ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് റമദാൻ 5 കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറയ്ക്ക് നമുക്കൊരു സ്പെഷ്യലുണ്ട്. സ്പെഷ്യലെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചതല്ല, കുഞ്ഞു പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കുഞ്ഞിന് ഏത്തയ്ക്കാപ്പം വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഏത്തയ്ക്കായ ഇരിപ്പുണ്ട്, മൈദാമാവും ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ കുഞ്ഞ് പറഞ്ഞതല്ലേ, കുഞ്ഞിന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂ. അവരുടെ വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ഡയലോഗില്ലേ, കൊച്ചുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കണമെന്ന്. അതുപോലെ അപ്പം നമ്മൾ ഒരു പാത്രത്തിലോട്ട് 2 തവി മാവും, ഒരു നുള്ളുപ്പും, കുറച്ച് പഞ്ചസാരയും, ഒരിത്തിരി കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. കടകളിലൊക്കെ സാധാരണ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞ കളർ തന്നെയാണ്, ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിലുണ്ടാക്കുമ്പോൾ മിക്ക ആൾക്കാരും മഞ്ഞൾപ്പൊടിയല്ലേ ഉപയോഗിക്കാറ് കളറിന് വേണ്ടി. അപ്പോൾ കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി, ഒത്തിരി ലൂസാക്കിയല്ല, ഒത്തിരി ടൈറ്റും അല്ല, മീഡിയം പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 3 പഴുത്ത ഏത്തയ്ക്ക ഇവിടെ ഉണ്ടായിരുന്നു. ആ ഏത്തയ്ക്ക തൊലിയെല്ലാം കളഞ്ഞ് ഒരെണ്ണം 2 പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഒന്ന് ചൂടാക്കി എടുത്തു. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഓരോ പീസ് ഏത്തയ്ക്ക നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കി കോട്ട് ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ബാറ്ററിനകത്ത് വേണമെങ്കിൽ ജീരകമോ അയമോദകമോ എള്ളോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്നും ചേർത്തിട്ടില്ല, സാധാ രീതിയിൽ മാവ് കുഴച്ചെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ട് നല്ല മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത്തയ്ക്കാപ്പം റെഡിയായി. അപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിട്ടോ. ഈ സമയത്തെല്ലാം പുള്ളിക്കാരി വന്ന് ഏത്തയ്ക്കാപ്പം ആയോ അമ്മ, ഏത്തയ്ക്കാപ്പം ആയോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ എല്ലാം എടുത്ത് കൊണ്ടുവച്ചപ്പോഴത്തേക്കിന് ഓടി വന്നു ഒരെണ്ണം പൊക്കി അങ്ങ് എടുത്ത് തിന്നാൻ പോയപ്പോഴാണ് ആളുടെ കൈ അങ്ങ് പൊള്ളിപ്പോയി. പിന്നെ അതേപോലെ തിരിച്ചങ്ങ് വെച്ചു. പിന്നെ ഞാനെടുത്ത് പിച്ചി ചൂടാറ്റി കൊടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞു, കൊള്ളാമ്മ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ. പള്ളിക്കഞ്ഞിയും നാരങ്ങാ വെള്ളവും ഏത്തയ്ക്കാപ്പവും ഈന്തപ്പഴവും.